ലോകം ഉറ്റുനോക്കുന്ന ആഗോള രാഷ്ട്ര രംഗത്ത് പുതിയൊരു വഴിത്തിരിവ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ റഷ്യൻ വിരുദ്ധ പ്രസ്താവനകൾ ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ്. യുക്രൈൻ യുദ്ധം 50 ദിവസത്തിനുള്ളിൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ റഷ്യക്ക് കനത്ത തിരിച്ചടിയുണ്ടാകുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇത് വെറും ഭീഷണിയല്ല, കൃത്യമായ സാമ്പത്തിക ശിക്ഷാ നടപടികളിലൂടെ റഷ്യയെ വരുതിയിലാക്കുമെന്ന പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഈ തീരുമാനം റഷ്യയ്ക്ക് മാത്രമല്ല, റഷ്യയിൽ നിന്ന് എണ്ണയും മറ്റു ഉൽപ്പന്നങ്ങളും വാങ്ങുന്ന ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്കും കാര്യമായ വെല്ലുവിളികൾ ഉയർത്തുമെന്ന ആശങ്കയും ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. പാശ്ചാത്യ സൈനിക സംഘമായ നാറ്റോയുടെ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടുമായി വൈറ്റ് ഹൗസിൽ നടത്തിയ നിർണായക കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ട്രംപ് ഈ പ്രഖ്യാപനം നടത്തിയത്. റഷ്യ ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ 50 ദിവസത്തിനുള്ളിൽ ധാരണയിലെത്തിയില്ലെങ്കിൽ റഷ്യയ്ക്ക് മേൽ കനത്ത തിരിവുകൾ ചുമത്തും, ട്രംപ് പറഞ്ഞു. വ്യാപാര നയങ്ങളെ താൻ പലപ്പോഴും ഉപയോഗിക്കാറുണ്ടെന്നും എന്നാൽ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ അത് വളരെ നല്ലൊരു ആയുധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഈ തിരിവുകൾ എങ്ങനെയായിരിക്കും, ഏതൊക്കെ മേഖലകളെ ബാധിക്കും എന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ട്രംപ് വ്യക്തമാക്കാൻ തയ്യാറായില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ മുൻകാല നയങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഇത് ഊർജ്ജ മേഖലയിലും മറ്റ് പ്രധാന വ്യവസായങ്ങളിലും കനത്ത പകരമേൽപ്പിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളായിരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ട്രംപിന്റെ പ്രഖ്യാപനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കും അധിക തിരിവ് നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ എണ്ണയ്ക്ക് വിലപരിധി ഏർപ്പെടുത്തിയപ്പോഴും ഇന്ത്യ കുറഞ്ഞ വിലയ്ക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയിരുന്നു. ഈ രാജ്യത്തിൻ്റെ ഊർജ്ജ ആവശ്യകതകൾ നിറവേറ്റുന്നതിനും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനും വലിയ തോതിൽ സഹായിച്ചു.